മറ്റൊരു പ്രഭാഷണത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഈ കുട്ടികളുടെ കവിതകൾ കേട്ടത്. വലിയ പ്രതീക്ഷ നൽകുന്ന കവിതകളായിരുന്നു അവ. അവയിലെ ബിംബങ്ങളായാലും ശരി, പദപ്രയോഗങ്ങളായാലും ശരി, അവയിലെ സന്ദർഭങ്ങളായാലും ശരി, മാഷ് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ പോസിറ്റീവ്, അത് ഈ പറഞ്ഞ പോലെ അത് എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ തന്നെ അത് പോസിറ്റിവിറ്റിയിലേക്ക് നോക്കുന്നൊരു നെഗറ്റിവിറ്റിയാണ്. ആ തരത്തിൽ വളരെയധികം കവിതയ്ക്കും ലോകത്തിനും പ്രതീക്ഷ നൽകുന്ന കവിതകളാണ് നമ്മൾ കേട്ടത്. കാരണം കവിത മുന്നോട്ട് നോക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ലോകം മുന്നോട്ട് നോക്കുന്നു, മറ്റൊരു ലോകത്തെ സൃഷ്ടിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. ആ അർത്ഥത്തിൽ ഈ കവിതകളിലെല്ലാം ആ ഒരു ലോകത്തിൻ്റെ സ്വപ്നമുണ്ട്. നമ്മൾ സ്വപ്നം കാണുന്ന ലോകത്തിനെതിരായി നിൽക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ശബ്ദങ്ങളുണ്ട്. ഇതിലൊന്നും വളരെ പ്രകടമോ അല്ലെങ്കിൽ വളരെ ഉച്ചത്തിലുള്ളതോ ആവണമെന്നില്ല, പക്ഷെ വളരെ സൂക്ഷ്മമായ ഈ എതിർപ്പിൻ്റെ, പ്രതിരോധത്തിൻ്റെ, പുതിയത് സൃഷ്ടിക്കലിൻ്റെ ഒക്കെ തന്നെ അംശങ്ങൾ ഈ കുട്ടികളുടെ കവിതകളിൽ മുഴുവനും ഉണ്ട്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ പുതിയ പദപ്രയോഗങ്ങൾ, പുതിയ രീതിയിൽ അനുഭവത്തെ സമീപിക്കാനുള്ള പ്രയത്നം, നമ്മുടെ ചുറ്റും നടക്കുന്ന ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും കവിത സൃഷ്ടിക്കാനുള്ള നിരന്തരമായ പ്രയത്നം, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ കുട്ടികളുടെ കവിതകളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ കേക്ക് ഫോർദയെ പറ്റി പറഞ്ഞു, അതുപോലെ ഗാസയെ പറ്റി ഈ പറഞ്ഞ പോലെ മിക്കവാറും എല്ലാവരും തന്നെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്ന ലോകത്തെ ഇവിടെ നമ്മുടെ ആസന്ന പരിസരത്ത് മാത്രമല്ല, വിദൂര പരിസരത്ത് പോലും അല്ലെങ്കിൽ ദൂരെ പോലും നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കാനുള്ള പാഠവും അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ശ്രമം, അത് ആത്യന്തികമായി ശരിയിലേക്കും നീതിയിലേക്കും നീങ്ങാനുള്ള ആഗ്രഹം, ഇതെല്ലാം തന്നെ പ്രതിഫലിക്കുന്നതാണ് ഞാനിവിടെ കേട്ട എല്ലാ കവിതകളും തന്നെ. വളരെ വളരെ ആഹ്ലാദമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട് ഈ പുതിയ തലമുറയെപ്പറ്റി. അത് നിശ്ചയമായിട്ടും സന്തോഷകരമായൊരു പ്രഭാതമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. ഈ കുട്ടികൾക്കും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഔപചാരിക നന്ദി ഒരുപക്ഷെ ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും നന്ദി. അപ്പോൾ നമ്മുടെ കവിമാഷും കുട്ടികളും എന്നുള്ളൊരു സെഷനാണ് ഇവിടെ അവസാനിച്ചത്. ഇതിൽ പങ്കെടുത്ത നമ്മുടെ സച്ചിദാനന്ദ മാഷും പിന്നെ പ്രിയപ്പെട്ട ഓരോ കുട്ടികളും, നിങ്ങളുടെ പേരൊന്നും എടുത്ത് പറയാൻ ടീച്ചർക്ക് അറിയില്ല എങ്കിലും എല്ലാവരും കേട്ടോ വളരെ ഗംഭീരമായി കവിത അവതരിപ്പിച്ചു. അപ്പോൾ ഇനിയും തുടരുക. നിങ്ങളെ നയിക്കുന്നത് മാഷാണെന്ന് എനിക്ക് മനസ്സിലായി. നാരായണ മാഷ് ഇവരുടെ ഒരു വെളിച്ചമായി കൂടെ ഉണ്ടാവട്ടെ. പാലക്കാട് നിന്നാണ് എല്ലാവരും അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും സ്നേഹം. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് പിരിയാണ്. 10 മിനിറ്റ് സമയമുള്ളൂ. ആസ്വദിച്ചൊന്നും ഭക്ഷണം കഴിക്കാനുള്ള സമയം കവികൾക്കില്ല കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി നടക്കുന്നത് കവിതപ്പൊലിയാണ്. കവിതകൾ അവതരിപ്പിക്കുകയാണ് ഓരോരുത്തരും. അപ്പോൾ അത് ഇവിടെ മുറ പോലെ നടക്കും. ഭക്ഷണം കഴിച്ച് നിങ്ങൾ വരാ, കവിത അവതരിപ്പിക്കുക. നമ്മൾ എല്ലായിടത്തു നിന്നും കവിത കേട്ടുകൊണ്ടേയിരിക്കും കേട്ടോ. ഇന്നത്തെ ദിവസം കവിതയ്ക്ക് നമ്മൾ മാറ്റിവെച്ചു. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക്